ഓക്കെ ഗൈസ്, എനിക്കങ്ങനെ പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് അതിനുവേണ്ടി ഈ ചേട്ടനോട് ലിഫ്റ്റ് വയ്ക്കാനാണ്. ഇങ്ങോട്ട് എന്തായാലും പോകണ്ടേ പണിക്കോളോള്. എനിക്ക് നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകണം. എന്നാ കയറ്, ആക്കി തരാം. സൈഡിൽ കൂടെ കയറ്. സാറേ ഇപ്പം തന്നെ കയറാം. ഓക്കെ ഗൈസ്, ഈ ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ പേര് മറ്റേവനല്ലേ, ഫ്രാങ്ക്ലിന്. 2 ദിവസം കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? അത് പിന്നെ സാറേ, ഞാനിന്ന് ദുബായിക്ക് പോയിക്കായിരുന്നു. നീ ദുബായി പോയാടുന്ന്? ഇതേപോലത്തെ വേട്ടവളിമാരെ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കേരളത്തിൽ പോകുന്നവരെ ഇഷ്ടം. അതാ ഞാനും പറയാൻ വന്നേ. നീ അപ്പോൾ 2 ദിവസം കേരളത്തിലായിരുന്നല്ലേ? ഫ്രാങ്ക്ലിനെ, നിന്നെ അവൻ്റെ കൂട്ടുണ്ടായില്ലേ സോമൻ, അവൻ ലോസ് ആഞ്ചൽസിൽ എന്നെ തപ്പിയല്ലോ. അവനെ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു. എനിക്കിന്ന് എന്നെ നന്നായിട്ട് അറിയാം. ഇയാൾക്ക് എന്നെ അറിയേ? ഓളാണെന്ന്. എടാ, ഞാൻ അതെനിക്കറിയോ. ഞാനിൻ്റെ മെയിൻ മെമ്പറാണ്. അപ്പോൾ കേരളം അതാണ് ശരി. മണ്ടടിയുടെ എനിക്കിതൊക്കെ കണ്ണ് കാണത്തില്ലേ? അയ്യോ സോറി സാറേ, ഈ ചേട്ടൻ ഞാൻ ഏതോ കൊണ്ട് ഓടിച്ചതായിരിക്കും. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. നീ എന്തായാലും കിഴിക്കോളും. അതൊക്കെ നീ മൈൻഡ് ആക്കണ്ട. നീ അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലല്ലേ പണിയെടുക്കുന്നത്? ഞാനും അവിടെ തന്നെ പണിയെടുക്കുന്നു. താനും അവിടെ പണിയെടുക്കുക? എന്നാ പിന്നെ സീനില്ല. നമുക്ക് രണ്ടുപേർക്ക് ജോഡിയായാല്. ഞാനും നിൻ്റെ ഒപ്പം ജോഡിയാവേ. പോയാണെന്ന് ജോഡിയാവണമെങ്കിൽ നീ വരെ പുതിയ ആളെ നോക്കണം. എന്നെ കിട്ടത്തില്ല. തനിക്കെന്നെ കിട്ടത്തില്ലെന്നാ? നീ ഡോറിനെ, എനിക്ക് ഒളിച്ചൊളിയൊക്കെ നന്നിട്ട് കളിക്കാറിയോ? പക്ഷെ ഞാനിപ്പോൾ കളിക്കാത്തോണ്ടോ? അല്ല, ഒരു മിനിറ്റ്, നമുക്ക് ഇയാൾ ഇറങ്ങാം. ഇയാളെന്താ ഇറങ്ങടോ? ഓക്കെ ഗൈസ്, ഇയാളെങ്ങനെ ഇറങ്ങിയേക്കാണ്. എന്താണ് തനിക്ക് ഇത്ര ഇറങ്ങാനിട്ട് ധൃതി? എടാ നീ അതൊക്കെ വിടാ. അതാ ജോലിയുടെ പറ്റിയാലോ? അത് ജോലി എന്തായിരുന്നു? നീ മറന്നുപോയോ? ജോലി എനിക്ക് നന്നായിട്ട് അറിയാം. പറയാത്തതായിട്ട് ആരാ ഉള്ളത്? അറിയാത്തവരെ എനിക്ക് ആവശ്യമില്ല. ഇന്നെപ്പൻ്റെ വേട്ടമുളയന്മാരെ ഇഷ്ടമല്ല. നീ അതാദ്യം ഓർക്കണം. എടാ, നീ എന്തിനാടാ ചാക്കിൻ്റെ ഇടയിൽ പോള്? നീ എന്താ എന്നോടൊപ്പം തൊട്ടാവട്ടെ കളിക്കുക? എടാ, നീ ഒരു കാര്യം ചെയ്തേക്ക്. എനിക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ലംബോർഗിനി, സ്വിഫ്റ്റ്, മാരുതി സുസുക്കി, മറ്റേ വാഗനറൊക്കെ ഉണ്ട്. എന്നാ പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നിട്ട് പറയാനുള്ളത്, എനിക്ക് തൻ്റെ വണ്ടി വേണം. എന്നെ കൊണ്ട് എടുക്കേ? എന്നോട് പോണേ? നിൽക്കലോടെ? എടാ, വണ്ടി എന്നിട്ട് പോടാ. വണ്ടി എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കഴിയുമ്പോ ഓടാർന്ന്. വണ്ടി പിടിക്കാൻ കാശില്ലാത്തവൻ വണ്ടി എടുക്കേ പറ്റൂ. എനിക്ക് അങ്ങനത്തെ വളരെ പിന്നല്ല. എന്താ വണ്ടി ബ്രേക്കിലാണല്ലോ? ആളിതേ ഓടി വരണോ? ആളെ മേത്തോടെ കയറ്റണോ? വേണ്ട, ഞാൻ മാന്യന്മാരൊന്നും ചെയ്യാറില്ല. എന്താ സോമ, എന്ത് വിളിച്ച്? എടാ, എനിക്കെല്ലാം അറിയോ? നമ്മുടെ സിറ്റിയിൽ വീണ്ടും 2 റേഞ്ച് റോവറിൻ്റെ വണ്ടി കിട്ടുന്നുണ്ട്. പോയടാ, എനിക്ക് പറ്റത്തില്ല. നിന്റെ റേഞ്ച് റോവറിൻ്റെ വണ്ടി അടിച്ചു പറ്റി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനെൻ്റെ കൂട്ടുകാരനല്ലേ? അയ്യോ, നാളത്തെ എങ്ങനെ കഴിക്കണത്? എടുത്താ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അയ്യോ, ഇയാൾ ചത്ത. ഇയാൾ കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, അപ്പോൾ കാട്ടി പിടിച്ച ആളുടെ ആയിട്ട് ഇപ്പോൾ തീരുമാനം തന്നെ. ഞാൻ എങ്ങനെയൊക്കെ ആളെ വണ്ടി കയറ്റി. അയ്യോ, ഇതെന്താ ഐസ്ക്രീമാ? എടാ, ഐസ്ക്രീം അല്ലേ കയ്യാളെ കടിക്കല്ലേ? അയ്യോ, പോയി. ഇതേപോലത്തെ ഒരു ചെറുക്കനാണ് എനിക്ക് കിട്ടിയത്.
സാറേ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണത് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പോവാ? അങ്ങനെയൊന്നല്ല. നിനക്കിപ്പോൾ നല്ല സുഖമില്ല. നീ വണ്ടിമേ ബോധം കെട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു. നീ എന്തിനാണ് ബോധം കെട്ടിക്കണത്? അത് പിന്നെ സാറേ, ഞാൻ ഒരുത്തനെ ഇടിച്ചിട്ടിട്ട് എന്നെ പോലീസ് പിടിക്കാൻ വന്നു. എന്നെ പോലീസ് പിടിക്കാൻ പറ്റേ? ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, അപ്പം ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു. ഞാൻ അത് സ്വപ്നമായിരുന്നു. ഞാൻ വിചാരിച്ച റിയലായിരിക്കും. എന്നിട്ട് എൻ്റെ സ്വപ്നത്തിൽ ആ പോലീസുകാരെ കൊണ്ടേ പോയേ. അതെനിക്ക് നന്നായിട്ട് അറിയത്തില്ല. ഇതെനിക്കൊരു കാര്യം നന്നായിട്ട് വിഷമിച്ചു. കാറിൻ്റെ ഇടയിലേ ബാക്ക് സീറ്റിലേക്ക് വിഷമിച്ചു. എനിക്ക് കുറച്ച് സമാധാനം. ശരി സാറേ. ഓക്കെ ഗൈസ്, അവനിപ്പോൾ എന്താണോ പറ്റിയത്? ഇവനെന്നോട് പറഞ്ഞേ ഇവന് നല്ല സുഖമില്ല. പോലീസുകാരെ വന്നു. സ്വപ്നത്തിലെ പോലീസുകാരെ കാണും. എന്നാലും ഇവനെ പിടിക്കാനും പോലീസ് വന്നു. സ്വപ്നായിരിക്കുമോ? ഞാൻ കള്ളം പറയാമോ? ആർക്കറിയാം? തേങ്ങ അറിയാൻ പാടില്ല. ഇതിലാവട്ടെ. അയ്യോടാ, കൈ 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 അയ്യോ അയ്യോ ഗൈസ്, ഇതാ ലോകം. ഇത് ഇന്ത്യയാണോ? ഇതിപ്പോ എന്താ പറ്റിയേ? ഇവിടെ ഒരു കാർ ആക്സിഡന്റ് ആയല്ലോ. എൻ്റെ ആൾ മാഞ്ഞു പോവുകയും ചെയ്തു. അതെന്താണ് അങ്ങനെ കാറിൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന ചാൻസ്? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വണ്ടിക്കകത്തിരിക്കായിരുന്നില്ലേ? അയ്യോ, എനിക്ക് തോന്നതേ ഇവിടെ എന്താ പണി വാളിട്ടുണ്ടെന്നാ. എനിക്ക് എന്തായാലും നോക്കണം. ഒരു കാര്യം ചെയ്യാം, പോലീസുകാർക്ക് കോൾ ചെയ്യാം. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം പോലീസിനെ പറയത്തുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ സഞ്ജയ് എന്നാ. അവനില്ലേ ഒരു പോലീസിൻ്റെ ഉടമയാ. നമുക്ക് അവനൊന്ന് ഫോൺ ചെയ്യാം. എടാ സഞ്ജയ്. ഹലോ സഞ്ജയ്. എന്താ നീ എന്തിനാ വിളിച്ചേ? എന്താ പ്രശ്നം? എടാ, നമ്മുടെ ഇന്ത്യയിലില്ലേ, നീ ഇപ്പം എവിടെയാ? ഞാനിപ്പോൾ കേരളത്തിലോ. എന്താടോ എന്തിപ്പോ? എടാ, നമ്മുടെ ഇന്ത്യയിലത്തെ പെട്രോൾ പമ്പിലില്ലേ ചെറിയൊരു ആക്സിഡന്റ് കാറിന് പറ്റി. ആ കാറ് പിടിച്ച് തരിപ്പടായി. നമ്മുടെ ഇന്ത്യയിലത്തെ പെട്രോള് പൊട്ടിപ്പോയിന്നാ? അതിന് കാറടിച്ചിട്ട് ആടാ. അയ്യോ, നീ മേടിക്കണ? ഞാൻ പിള്ളേരെ കൊണ്ട് കേരളത്തിൻ്റെ ഇന്ന് ഇന്ത്യയിലേക്കാണ്. നീ പേടിക്കണ്ട. ഓക്കേടാ, സെറ്റി. ഓക്കെ ഗൈസ്, ഇവിടെ എൻ്റെ പെരികൾ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്കിപ്പോൾ എന്താണോ വേണ്ടത് അതിലാവട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ സ്റ്റോറി വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുപ്പത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.